നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. പോച്ചയുടെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല? കണ്ട അത് കണ്ടപ്പോ എന്താ തോന്നിയത്? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ. വിഷമം മൂത്തയാള് കഴപ്പൊക്കെ കാണിക്കണം. അതിന് കിട്ടിയ എന്ത് പറയാ, പൈസ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ശരിയാണോ? ഇപ്പൊ ഇതിനെക്കാട്ടി പല രീതിയിലുള്ള പല അത് കത്തിട ഇറക്കണ്ട. കത്തിട്ടോ അത്തിരണോ? 14 ദിവസം ഒരു കയ്യബദ്ധം അല്ല, ജീവിതകാലം മൊത്തം ഇറങ്ങണമെന്നാണ് പറയണത്. എത്രയും ദിവസം ഇടുവല്ല, 6 മാസമൊക്കെ ഇടും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. 2-3 കൊല്ലം കിട്ടും. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പർ. പോച്ച 14 ദിവസം റിമാൻഡിൽ കിടക്കണമെന്ന് ബ്രോ വിചാരിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ആളുടെ നാക്കിന്റെ ലൈസ് എന്താണ് ലോക്ക് ഇടണത്? പല കാര്യങ്ങളും പറഞ്ഞ പോലെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നാക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ചില സമയങ്ങളിൽ, പല സമയങ്ങളിലും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. സാറേ, ഓരോ വേദികളിൽ ഞാൻ പലപ്പോഴും നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, ഓരോ വേദികളിലും അതേപോലെ സംസാരിക്കണ കുറെ കാര്യങ്ങൾ നമ്മള് വെച്ചാൽ ഒരാളെ അങ്ങനെ നൈസായിട്ട് ഒരു സംസാരിക്കില്ലേ, പെട്ടെന്ന് എടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മോശമാണ്. സ്ത്രീകളോട് സംസാരിക്കാൻ മോശം തന്നെയാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. പിന്നെ കൊറേ പൈസയുടെ കുത്തി കുഴപ്പല്ലേ? അല്ലേ? അല്ലെന്ന് പറയോ? മറ്റാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ എന്ത് വേണം ചെയ്യാനും ഉപദ്രവം ഉള്ളതുകൊണ്ടാണല്ലോ ഒരാളെ അതേപോലെ കേസ് കൊടുത്തത് അല്ലേ? അപ്പൊ പിന്നെ ഞാൻ പറയണത് തെറ്റില്ല. പക്ഷെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇതിന് കൂടുതൽ കിട്ടണം വിചാരിക്കുന്നുണ്ടോ? 14 ദിവസം പോരാ, ഒരു മാസം കിടക്കണം. ഒരു മാസം എന്ത് പ്രഹസനമാണ് സജി. ഡബിൾ മീനിങ് കൂടുതലാണല്ലോ. ഡബ്ല്യൂനിക്ക് കുറക്കണോ? ആള് ഇന്നലെ കമന്റ് ചെയ്ത് പറഞ്ഞാല് ഇതില് എന്താണ് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചപ്പോ പോച്ചയോട് പറഞ്ഞ കുറ്റബോധം ഇന്നലെ ഇപ്പോഴും ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ കിടക്കണോ? കുറ്റബോധം തോന്നണവരെ കിടക്കണം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. അതേപോലെ തന്നെ ഇന്നലെ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോച്ചോട്. ഇപ്പൊ കുറ്റബോധം ഇല്ലാന്നാണ് കമന്റ് ചെയ്തത്. കാരണം പോച്ച കുറ്റബോധം ഇല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പോച്ചയുടെ ക്യാരക്ടർ എങ്ങനെയാണ്. കാരണം എല്ലാരോടും പോച്ച അങ്ങനെയാണ് സംസാരിക്കണത്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.